നമ്മുടെ പാസ്റ്റിൽ ജനിച്ചൊരു സ്റ്റാറാണ് ലാലേട്ടൻ. നമ്മുടെ പ്രസന്റിലെ ഒരു സ്റ്റാറാണ് ദുൽഖർ സൽമാൻ. ഇനി ഫ്യൂച്ചറിലെ ഒരു സ്റ്റാർ ഉണ്ട്, ജെൻസി തലമുറയുടെ യുവരാജാവായ നസ്ലിന്റെ കഥ. ഈ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ യഥാർത്ഥ മീനിങ് എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്കറിയാം, ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു കച്ചവടമാണ്, അവിടെ നടക്കുന്നത് ഒരു പ്യുവർ ബിസിനസ് ആണ്. പക്ഷേ നമ്മളൊരു ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് സ്ട്രെസ് റിലീഫോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രഗിൾസിൽ നിന്നൊക്കെ ഒരു ഇത്തിരി നേരത്തേക്ക് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി കാണുന്ന ഒരു എന്റർടൈൻമെന്റ് ഇതായിട്ടാണ് നമ്മളുടെ POV കാണുന്നത്. ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് സെല്ലാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ വെച്ച് മാർക്കറ്റ് ചെയ്യണം, ആ ഒരു ബ്രാൻഡിന് ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു വാല്യൂ ആണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ സ്റ്റാർ എന്നുള്ള ടാഗ് ഒരു ആക്ടറിന്റെ പുറത്ത് വീഴണമെന്നുണ്ടെങ്കിൽ അതിന് അയാൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്, അയാളെ തന്നെ ഒരുപാട് മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ഒരുപാട് ബുദ്ധിപരമായിട്ടും അതല്ലാത്ത രീതിയിലും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഏത് രീതിയിൽ വേണോ നമുക്ക് മാർക്കറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ബ്രാൻഡിനെ നമുക്കൊരു സ്റ്റാർ എന്ന ഒരു ടാഗിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ടാഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടഫാണ്. കാരണം അവിടെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്, നെപ്പോ കിഡ്സ്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പ്രിവിലേജുകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ മത്സരിച്ചിട്ട് ആ ഒരു ടാഗ് നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതും ഇത്രയും ചെറിയൊരു ഏജിൽ തന്നെ ഒറ്റയ്ക്ക് വന്ന് ആ ഒരു പദവിയിലേക്ക് കയറി പറ്റുക എന്ന് പറയുന്നത് അതത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഒരു കാര്യം ആദ്യം ക്ലിയർ ചെയ്താലേ ഇനി അങ്ങോട്ട് ഞാൻ നസ്ലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുള്ളൂ. നസ്ലിൻ എന്ന് പറയുന്ന ഈ ഒരു ആക്ടർ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ആ ഒരു സ്റ്റാർ എന്ന് പറയുന്ന പദവിയിൽ എത്തി പ്രൂവ് ചെയ്ത ഒരു ആക്ടറും കൂടിയാണ്. ഇനി നസ്ലിന്റെ മുന്നോട്ടുള്ള ലൈനപ്പുകളും നസ്ലിന് ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളും എടുത്ത് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. സെലക്ട് ചെയ്യുന്ന സിനിമകളും അദ്ദേഹം എങ്ങനെയാണ് ഒരു സിനിമയെ കാണുന്നത്, ഏത് രീതിയിലാണ് ഒരു സിനിമയെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു കറക്റ്റായിട്ടൊരു മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു തൻ്റെ ബ്രാൻഡിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് ബോധമുള്ള ഒരാൾ ചെയ്യുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ഇത്രയും ചെറിയൊരു ഏജിൽ വേറൊരു ഗോഡ് ഫാദേഴ്സോ ഒന്നും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാനില്ലാത്ത ഒരാൾ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് അയാളുടെ ടാലൻറ്റ് തന്നെയാണ്. നമ്മുടെ ഈ ഒരു 2026 ഈ ഒരു സ്റ്റേജ് വരെ എത്തുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രസന്റ് സ്റ്റേജിലുള്ള ദുൽഖറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, നസ്ലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ഈ 3 സ്റ്റേജുകളിലും ഫാൻ ഫോളോയിങ് ഉള്ള അല്ലെങ്കിൽ ക്രൗഡ് പുൾ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്താൻ പറ്റുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഈ 3 ആക്ടേഴ്സാണ് ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അത് അവരുടെ സിനിമകൾ ചെയ്തതും അവരുടെ റെക്കോർഡുകൾ എടുത്തതിൻ്റെ ബേസിലാണ് മോഹൻലാൽ, ദുൽഖർ സൽമാൻ, നസ്ലിൻ. ഈ 3 ആക്ടേഴ്സുമാണ് ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്റ്റാർസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ 3 പേരെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഓൺലി ആ ഒരു ബിസിനസ് ബേസിലാണ്, അതല്ലാതെ പെർഫോമൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഇവരെ പോലെ തന്നെ എല്ലാ ആക്ടേഴ്സും നമുക്കുണ്ട്. ബിസിനസ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത്. ഈ 3 ആക്ടേഴ്സാണ് 3 തലമുറയിലായിട്ട്. ഇപ്പോൾ ഫാൻസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോടി ക്ലബ്സ് ഒരുപാട് നേടാൻ കഴിവുള്ള ആൾക്കാരാണ് ഈ 3 പേര് കറൻ്റ്ലി. അതങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഒരു സ്റ്റാർ എന്ന പട്ടം ഈ നമ്മുടെ കിടക്കില്ല. അയാൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹിറ്റുകൾ സമ്മാനിക്കുകയും അയാൾ സെലക്ട് ചെയ്യുന്ന സിനിമകൾ ആ ഒരു സ്റ്റാർഡത്തെ വീണ്ടും പോളിഷ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതവിടെ നിലനിൽക്കുള്ളൂ. അതല്ലെങ്കിൽ പുതിയ ആൾക്കാർ വന്ന് അതിൻ്റെ മുകളിലേക്ക് ആ ഒരു സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കറണ്ട് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കടത്തിവെട്ടി വന്നത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്, അതിലൊരു ഡൗട്ടുമില്ല. പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിൽ ഇന്ന് വരെ ഇവിടെ എത്തി നിൽക്കുന്നെങ്കിൽ അപ്പോൾ അദ്ദേഹം എത്രത്തോളം ആൾക്കാരെ ഇപ്പോഴും ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഇനി ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ നസ്ലിനോ ദുൽഖറിനോ ഇവർക്കൊന്നും ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കൺഫേം ആയിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ജനറേഷൻ അല്ല ഇനി വരാൻ പോകുന്ന ജനറേഷൻ. ഒരു 2050, 2055, 60 എത്തുന്ന സമയത്ത് വീണ്ടും പുതിയൊരു നസ്ലിനോ പുതിയൊരു മോഹൻലാലോ ഒക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റാർഡം അവർക്ക് മേലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇവർ മത്സരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ സ്റ്റാർഡം എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നസ്ലിൻ എന്ന് പറയുന്ന ആക്ടറിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജ് വരെ അത് ഓക്കെയാണ്. ഇനി അങ്ങോട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ പോകുന്നു എന്നുള്ളത് നസ്ലിൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും ഒക്കെ ഡിപ്പെൻഡഡ് ആയിരിക്കും. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരു ചെറിയൊരു ഹ്യൂമർ ക്യാരക്ടറായിട്ട് വന്ന ഒരു സൈഡ് ക്യാരക്ടറായിട്ട് വന്ന ഒരു ആക്ടറാണ് നസ്ലിൻ എന്ന് പറയുന്നത്. ആ ഒരു സിനിമയിലൂടെ തന്നെയാണ് മാത്യു വന്നത്. നമ്മൾ കഴിഞ്ഞ ഈ വീഡിയോയുടെ പാർട്ട് 1 മാത്യുവിനെ കുറിച്ചാണ് നമ്മൾ ചെയ്തത്. മാത്യുവിന് പകരം ശ്രദ്ധിക്കപ്പെട്ടത് നസ്ലിൻ്റെ ആ ഒരു ഹ്യൂമർ ക്യാരക്ടറായിരുന്നു. അതിനുശേഷം നസ്ലിൻ ഒരുപാട് സിനിമകൾ ചെയ്തു. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന പോലെ ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നസ്ലിനെ തേടി വന്നു.
പ്രേമലു എന്ന് പറയുന്ന സിനിമയിലൂടെ മമിത ബൈജു എന്ന് പറഞ്ഞ ഒരു ആക്ട്രസും കൂടി അതിനകത്തേക്ക് വന്നു. ഇവർ രണ്ടുപേരുടെ ഒരു കോംബോയിൽ പ്രേമലു എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ഈ ഒരു സിനിമയാണ് നസ്ലിൻ എന്ന് പറയുന്ന ആക്ടറിന്റെ കരിയർ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഷിഫ്റ്റ് തന്നെ ഉണ്ടാക്കിയത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബൂം ഉണ്ടാവുകയും ആ ഒരു ഭൂമിയിലൂടെയാണ് നസ്ലിൻ എന്ന് പറയുന്ന ഒരു ആക്ടർ അവിടെ സംഭവിച്ചത്. കറക്റ്റായിട്ട് തന്നെ അത് യൂട്ടിലൈസ് ചെയ്തു. അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്ത് ഇന്ന് നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന ഒരു നസ്ലിൻ്റെ ഫിലിമിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മട്ടാഞ്ചേരി മാഫിയ, മമ്മൂക്ക, ആസിഫ് അലി, നസ്ലിൻ അവർ 3 പേരും കൂടെ കോമ്പിനേഷനിലെത്തുന്ന സിനിമ, അമൽ നീരദ് ചിത്രം, അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകൾ. ഇന്നൊരു ആക്ടർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പോലത്തെ ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിലെല്ലാം നസ്ലിൻ എന്ന് പറഞ്ഞ ആക്ടർ ഇപ്പോൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. വരാനിരിക്കുന്ന ലൈനപ്പ് അതാണ്. 300 കോടി കളക്ഷൻ നേടിയിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലെ ആ ഒരു സിനിമയുടെ പാർട്ടും കൂടിയാണ് നസ്ലിൻ എന്ന് പറയുന്നത്. പലരും പറയുന്നുണ്ടായിരുന്നു ലോക എന്ന സിനിമ നസ്ലിൻ ചൂസ് ചെയ്തത് ഇത്രയും ചെറിയൊരു സൈഡ് റോളിലേക്ക് ആ ഒരു സിനിമയ്ക്കകത്തേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് അക്സെപ്റ്റ് ചെയ്തല്ലോ, അതെങ്ങനെയാണ്, അത് നസ്ലിൻ്റെ ഒരു മനസ്സാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വേറൊരു ആംഗിളിൽ ചിന്തിക്കുക. നസ്ലിൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു സിനിമയുടെ കഥ പിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ലോക എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സ് ആണെന്നും ആ യൂണിവേഴ്സിൽ ഇനിയും മറ്റ് പാർട്ട് സിനിമകൾ വരാനുണ്ടെന്നും ഒപ്പം ഓൾറെഡി തന്നെ ഒരു 5 പാർട്ടിൻ്റെ ഒരു സ്കെൽട്ടൺ സ്ക്രിപ്റ്റും റെഡിയുമായിരുന്നു. ഈ ഒരു സിനിമ സക്സസ് ആയിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന പാർട്ടുകളിൽ നസ്ലിൻ്റെ ബ്രാൻഡ് ടൈറ്റിൽ തന്നെ ഒരു ഇൻഡിവിജ്വൽ സിനിമ നസ്ലിന് വേണ്ടി സംഭവിക്കും. ഇപ്പോൾ നടക്കുന്ന ചന്ദ്രയായാലും ഇനി വരാനിരിക്കുന്ന ചാത്തനായാലും അത് കഴിഞ്ഞുള്ള ഒടിയനായാലും അങ്ങനെയുള്ള സിനിമകളിലെല്ലാം കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ നസ്ലിൻ്റെ ഇൻഡിവിജ്വൽ സിനിമ വരുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു 1000 കോടി ക്ലബിലെത്തുന്ന ഒരു സമയമാണെങ്കിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ അത് നേരത്തെ കൂട്ടി നസ്ലിൻ കണ്ടു. അതല്ല അപ്പോൾ വേറൊരു നോർമൽ ഒരു ആക്ടറിൻ്റെ അടുത്ത് പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ കല്യാണിയായാലും മെയിൻ ലീഡ് ഒരു ക്യാരക്ടറുണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് ആ ഒറ്റ സിനിമയ്ക്കകത്ത് അവർ ചെയ്യാൻ പോകുന്ന കാര്യം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റോള് മാത്രമായിരിക്കും. അവർ നോ പറയും. അതേ സ്ഥാനത്ത് ഇനി അങ്ങോട്ടുള്ള പാർട്സുകളിൽ എൻ്റെ പേരിൽ ഒരു സിനിമ എനിക്ക് വരാം, അതല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന രീതിയിലൊരു സിനിമ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് അതിനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു ഇത് നസ്ലിൻ ഓൾറെഡി അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നസ്ലിൻ ആ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുകയും ഇനി വരാനിരിക്കുന്ന പാർട്ടുകളിൽ നമുക്കറിയാം ഫസ്റ്റ് പാർട്ടിൽ തന്നെ നസ്ലിന് വേണ്ടിയുള്ള ആ ഒരു ഈസ്റ്റർ എഗ്സ് എല്ലാം ഫസ്റ്റ് പാർട്ടിൽ തന്നെ അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് വരുന്ന സിനിമകളിൽ ലോക യൂണിവേഴ്സിലേക്ക് വൺ ഓഫ് ദ ഒരു മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ലോൺ ക്യാരക്ടർ, ഇപ്പോൾ നമ്മളുടെ മാർവലിലൊക്കെ ഉള്ള പോലെ ഡെഡ്പൂൾ ആയാലും വൂൾവറിൻ ആയാലും അങ്ങനെ ഓരോരോ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതേപോലെ ഒരു ടാഗിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു സൂപ്പർ ഹീറോ ആയിരിക്കാം നസ്ലിൻ. പ്രേമലു എന്ന സിനിമയിലൂടെ നസ്ലിനും മമിതയ്ക്കും ഒരു വൻ ഷിഫ്റ്റ് തന്നെയാണ് സംഭവിച്ചത്. ആ ഒരു ഷിഫ്റ്റ് കറക്റ്റായിട്ട് വിനിയോഗിച്ചു. പ്രേമലു എന്ന് പറയുന്ന സിനിമ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ എനിക്കത് വലിയ സംഭവം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് സക്സസ് നേടുക എന്ന് പറഞ്ഞ ഒരു സിനിമയായിട്ടൊന്നും പോവേണ്ട ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതൊരു നോർമൽ യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു റിലേഷന്റെ കഥ പറഞ്ഞൊരു സിനിമയാണ്. മേക്കിങ്ങോ അതിനകത്ത് അത്രയും വലിയ സംഭവമായിട്ടുള്ള ഒന്നും ആ ഒരു പ്രേമലു എന്ന സിനിമയ്ക്കകത്ത് ഇല്ല. പക്ഷേ ആ ഒരു സിനിമ എൻഗേജിങ് ആണ്. അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു റിലേഷൻ കറണ്ട് തലമുറയെ, അതുകൊണ്ടാണ് നമ്മൾ യുവരാജാവ്, പുതിയ തലമുറ, ജെൻസി നായകൻ എന്നുള്ള ടാഗുകളിൽ നസ്ലിനെ പറയുന്നത്. കാരണം നസ്ലിൻ ആ ഒരു കരിയർ ഷിഫ്റ്റ് ആയിരിക്കുന്ന സിനിമ പ്രേമലു ആണ്. പ്രേമലു ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജെൻസി പുതിയ കാല റിലേഷനെയാണ് അത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിനകത്തുള്ള ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്, ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലെ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ജെൻസി തലമുറയിൽപ്പെട്ട ആക്ടേഴ്സ് അഭിനയിക്കുന്ന സമയത്ത് അവർക്കും കൂടി കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് അത് വന്നു. ഈ ഒറ്റ സിനിമയാണ് ഇവർ രണ്ടുപേരെയും ഈ ഒരു രീതിയിൽ ഇന്ന് അവരെ കാണുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചത്. ഇതിന്റെ പാർട്ട് 1 ആയിട്ടുള്ള മാത്യു തോമസിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ കൊടുത്തേക്കാം. ഇതിന്റെ പാർട്ട് 3 ആരാ വേണമെന്നും ഇത് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.